പൂക്കളോട് കേട്ടാ അത്തല്ലേ പൂ ആടിയിട്ടില്ല. സൂപ്പറായ പൂവ് കറക്റ്റാണല്ലോ. കറക്റ്റ്. ഇത് വാഗൻ്റെ പൂവാ തോന്നുന്നില്ലേ? എന്ത് പൂവാണെന്ന് അറിയില്ല. ഏട്ടൻ കൊണ്ടുവന്നിട്ട് രാവിലെ നാടൻ പൂവ്. അറിയണവർ കമൻറ്റ് ചെയ്യാം. അതെ, ഇതെങ്ങനെ ഇത് പൂക്കൾ എങ്ങനെയുണ്ടെന്ന് പറയാട്ടാ. അടിപൊളി പൂക്കളം. കുറച്ച് നാടൻ പൂവ് കിട്ടിയിട്ട് കുറച്ച്. അപ്പം എല്ലാവർക്കും അത്തം ദിനാശംസകൾ കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മോർണിംഗ്. സദ്യ സ്പെഷ്യൽ പരിപ്പ് കറിയാണ് കേട്ടോ. ചെറുപയർ പരിപ്പാണ്. എന്താ പായസപ്പരിപ്പ്. അപ്പോൾ പലരും പല രീതിക്കാണ് കേട്ടോ വയ്ക്കുക. നമ്മൾ വയ്ക്കുന്നത് കാണിച്ചു തരാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. നന്നായിട്ട് നമുക്ക് വറുക്കാവാം. കഴുകിയെടുക്കാം. ചെറുപരിപ്പൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ആദ്യം ഒന്ന് ചൂടാക്കിയെടുക്കണം. ആദ്യമൊക്കെ മുഴുവൻ ചെറുപയർ വറുത്ത് അതിൽ അരങ്ങി വെക്കണം. അതാണ് സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് സമയമില്ല ആർക്കും. ചെറുപയർ ഡാൻസ് കളിക്കും. ഒന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. വറുത്ത് വന്നു കേട്ടോ പരിപ്പ്. ഇതൊന്ന് കഴുകിയിട്ട് വരാം നന്നായിട്ട്. നമുക്ക് പരിപ്പ് കറി വയ്ക്കാം. നന്നായി കഴുകിയിട്ടാ. ഇതൊരു 200 ഗ്രാം ഉണ്ട് കേട്ടോ. എനിക്ക് 2 പച്ചമുളക് കിട്ടാം. നല്ല എരിവുള്ള പച്ചമുളക്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ. ആണ് സ്പെഷ്യൽ. വെള്ളം ഒഴിച്ച് കൊടുക്കുക. രണ്ട് വിസിൽ വരട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാലൊന്ന് എടുത്തിട്ട് വരാം. നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം കേട്ടോ. 1 മുറി തേങ്ങയാണ്. നന്നായി അടിച്ചിട്ട് പാലെടുക്കുന്നതിൻ്റെ. നന്നായി തേങ്ങ അരച്ചിട്ട് വന്നു കേട്ടോ. ഇനി പാലെടുക്കാം. നമുക്ക് പാലെടുക്കട്ടെ കേട്ടോ. കട്ടി തേങ്ങാപ്പാൽ. തുറക്കുക, ഒഴിക്കുക, തിളയ്ക്കുക, അത്രേ ഉള്ളൂ. സിമ്പിൾ പരിപ്പ് കറിയാണ്. നമുക്ക് പരിപ്പ് വെന്താ നോക്കാം. സൂപ്പറായി വന്നിട്ടുണ്ട്. കറക്റ്റായി വന്നിട്ട് ഞാൻ വേറെ പാത്രത്തിൽ മാറ്റാം. വേറെ പാത്രത്തേക്ക് മാറ്റട്ടെ. നല്ലോണം അടയണ്ട കേട്ടോ. വേണ്ട, ഇത്രയും മതി. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കേട്ടോ. കുറച്ച് മതി. ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് തിളച്ചു കൂട്ടാം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക്
കട്ടിയുള്ള പാല്. നല്ല കട്ടിയുള്ള പാല് കേട്ടോ. പാലൊഴിച്ചിട്ട് ഒന്ന് ചൂടാവട്ടെ കേട്ടോ, തിളക്കണ്ട. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചൂടായിട്ടാ ഓഫാക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടെ. കുറച്ച് കറിവേപ്പില കേട്ടോ. സൂപ്പർ പരിപ്പ് കറി. ഇനി നമുക്ക് ഇറക്കാട്ടാ. സൂപ്പർ പരിപ്പ് കറി നിങ്ങളിങ്ങനെ വെക്കുകയെന്ന് കമൻറ്റ് ചെയ്യാട്ടാ. ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ പരിപ്പും നെയ്യും കൂട്ടിയിട്ട്, പപ്പടവും നെയ്യും കൂട്ടിയിട്ട് കഴിക്കണത്. സൂപ്പർ ടേസ്റ്റാണ്. പപ്പടം കഴിച്ചിട്ടേട്ടാ, പരിപ്പിൻ്റെ കൂടെ കഴിക്കാൻ. പരിപ്പിൻ്റെ കൂടെ കഴിക്കാൻ. ഒരു ഓട്ടം ഊറ്റി കൊടുക്കും. എണ്ണയൊക്കെ പോട്ടെ നല്ലോണം. ഏത് എണ്ണയൊക്കെ ഗ്യാസ് അപ്പം കഴിയാവും, ഗ്യാസ് വരുന്നില്ല. നന്നായി എണ്ണ പോട്ടെ. അത്തം വന്ന് പോണം വന്നൂല്ലേ. അതെ, ഞങ്ങൾ ഓരോ വിഭവം 10 ദിവസം കാണിക്കും. അപ്പോൾ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതെ അതെ. ഐ പപ്പടം കച്ചി കഴിഞ്ഞു. ഇനി ഊണ് കഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. മാമ കഴിക്കാം. കേട്ടോ ചോറിന് കേട്ടോ നല്ല പരിപ്പ് കറി ഇതാ മുകളിൽ ഒഴിക്കുക. പിന്നെ ഇതാണ്ട നെയ്യ് നന്നായി ഒഴിക്കുക. പപ്പടം ഇതാ ഞാൻ കഴിക്കുക. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറയും വെള്ളം വന്ന് സത്യം. ഇഞ്ചിപ്പൊടി. എന്തൊരു ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊന്നും കമൻറ്റ് ചെയ്യട്ടോ. ഇത് മലയാളികൾക്ക് ഇഷ്ടമാണ്. ഉണ്ണി പറയും ടേസ്റ്റ് എന്താണെന്ന്. അങ്ങനെയുണ്ട് ഉണ്ണി. ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ടിട്ടെന്ന് വെച്ചാണ്ടാ. ഉണ്ണി കുറേ ദിവസമായി വെച്ചതാമ്മ പറയണു. ഇതൊക്കെയാണ് നമ്മുടെ അത്തം സ്പെഷ്യൽ കേട്ടാ. നന്നായിട്ട് മക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വെക്കുന്നു കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് വടക്കുന്നതിൽ ഇന്ന് അത്തപ്പൂക്കളം ഇട്ടതാണ് കേട്ടോ. ഞാനും ഉണ്ണിയും പോയില്ല കേട്ടോ. ഉണ്ണിക്ക് ചെറിയൊരു പനി, പോയില്ല. ഏട്ടൻ പോയിട്ട് എടുത്താണ് കേട്ടോ. എന്തോ തിരക്ക്. പൂക്കളം കാണാൻ നല്ല ഭംഗിയുണ്ട്, നിറയെ തിരക്ക്. അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയോ ഏട്ടൻ എടുത്താണ് കേട്ടോ. മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല. അടുത്ത് പോയി കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ഫോൺ അത്ര ക്ലിയർ ഒന്നുമല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഏട്ടൻ പരമാവധി എടുത്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. തിരക്കുകൊണ്ട് കാണാൻ വയ്യ. ഉള്ളിൽ കൂടെ പോയിട്ട് എങ്ങനെയോ എടുത്തു ഏട്ടൻ. അപ്പോൾ അതെ, പുറത്തുനിന്ന് നോക്കി കാണില്ല കേട്ടോ. അടിപൊളിയാക്കുന്നുണ്ട്. എന്താ സൈഡിൽ കൂടെ പോയി എടുത്താണ്. ഒറ്റയ്ക്ക് ഇതുണ്ട്. നല്ല വെയിലും ഇന്ന് മഴയില്ല കേട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ. എന്താ ക്യാമറ